നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി തൊഴിലാളികൾക്ക് വളരെ ആശ്വാസകരമാകുന്ന തീരുമാനമെത്താൻ സാധ്യതയുണ്ട്. കാരണം സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ സെലക്ടീവ് വാർഷിക ലെവി നിർത്തലാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സൗദി ഷൂറ കൗൺസിലാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4-ൽ കൂടുതൽ ഗാർഹിക ജീവനക്കാരുള്ള സ്വദേശി തൊഴിലുടമയ്ക്കും 2-ൽ കൂടുതൽ ജീവനക്കാരുള്ള വിദേശി തൊഴിലുടമയ്ക്കുമാണ് ലെവി ബാധകമാകുക. ഗാർഹിക തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ സെലക്ടീവ് വാർഷിക ലെവി നിർത്തലാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്താൻ ഷൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു. മാനവ വിഭവശേഷി മന്ത്രാലയത്തോടാണ് കൗൺസിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രാലയം ഗാർഹിക ജീവനക്കാർക്ക് നിർബന്ധമാക്കിയ ലെവി സമ്പ്രദായം പുനഃപരിശോധിക്കുന്നതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4-ൽ കൂടുതൽ ഗാർഹിക ജീവനക്കാരുള്ള സ്വദേശി തൊഴിലുടമകൾക്കും 2-ൽ കൂടുതൽ ജീവനക്കാരുള്ള വിദേശി തൊഴിലുടമയ്ക്കും വാർഷിക ലെവി ഏർപ്പെടുത്തുന്നതിന് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വർഷം മെയ് 22 മുതൽ നിയമം പ്രാബല്യത്തിലുമായിട്ടുണ്ട്. സ്വദേശി 4-ൽ കൂടുതലുള്ള ഓരോ ഗാർഹിക ജീവനക്കാരനും വിദേശി 2-ൽ കൂടുതലുള്ള ഓരോ ജീവനക്കാരനും വർഷത്തിൽ 9,600 റിയാൽ വീതം ലെവി അടയ്ക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പുതുതായി നിയമിക്കുന്ന ജീവനക്കാർക്കാണ് ലെവി ബാധകമാകുക. 2-ാം ഘട്ടത്തിൽ എല്ലാവർക്കും നിയമം ബാധകമാകും. അടുത്ത വർഷം മെയ്യിലാണ് 2-ാം ഘട്ടം ആരംഭിക്കുക. അതുപോലെ ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിരക്കുകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റിക്രൂട്ട്മെന്റിനായി മുനാസിക് പ്ലാറ്റ്ഫോം വഴി മാത്രമേ കരാർ ഒപ്പിടാൻ പാടുകയുള്ളൂ. ഗാർഹിക തൊഴിലാളികളുടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രാലയം ഇതോടൊപ്പം വ്യക്തമാക്കി. മന്ത്രാലയം നിർണയിച്ച നിരക്കുകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ അടപ്പിക്കുമെന്ന് മന്ത്രാലയ വക്താവ് സഅദ് ആലു ഹമാദ് പറഞ്ഞു. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരുന്നതിനെ കുറിച്ച് സൗദി പൗരന്മാരെയും സ്ഥാപന ഉടമകളെയും ബോധവത്കരിക്കുന്നതിന് വേണ്ടിയാണ് റിക്രൂട്ട്മെന്റിന് പരമാവധി നിരക്കുകൾ നിർണയിച്ചതിലൂടെയും ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയും ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതാനും രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് ഗാർഹിക തൊഴിലാളികളെ എത്തിച്ചു നൽകുവാൻ റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഈടാക്കാൻ അനുവാദമുള്ള പരമാവധി നിരക്കുകൾ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.